തൻ തൂമണം പാരിൽ പടർത്തുന്ന പൂമരമായി എന്നെ മാറ്റിയിടണേ. ഈശ്വര നിന്നപദാനങ്ങൾ പാടുന്ന പുല്ലാങ്കുഴലാക്കി മാറ്റുകെന്നേ. സുഹൃത്തുക്കളെ, ഹാളിന് പുറത്ത് നിൽക്കുന്ന എല്ലാവരും ഈ വേദിയിലേക്ക് കടന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ സംഗമം ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങ് ഇവിടെ ആരംഭിക്കുകയാണ്. ഈ സമ്മേളനം ഉദ്ഘാടനം ആ പരിപാടിയിലേക്ക് ഇന്നത്തെ യോഗ അധ്യക്ഷനായി ഡോക്ടർ MB മത്തായി സാറിനെ ക്ഷണിക്കുന്നു. അടുത്തത് സ്വാഗതം ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരി. സുഹൃത്തുക്കളെ, കേരളത്തിലെ പ്രകൃതി ചികിത്സ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായകമായ വഴിത്തിരിവിലേക്കാണ് കടക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. ഏതായാലും ആ വഴിത്തിരിവിൻ്റെ ഒരു തുടക്കമായിട്ടാണ് ഈ സമ്മേളനത്തെ നമ്മൾ കരുതിയിട്ടുള്ളത്. ആചാര്യനായ CRR വർമ്മയ്ക്ക് ശേഷം കേരളത്തിലെ പ്രകൃതി ചികിത്സാ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ അനുയായികൾ വളരെയേറെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പ്രകൃതി ചികിത്സാ രംഗത്ത് സാധാരണക്കാർക്ക് വേണ്ടിയുള്ള പുസ്തകങ്ങളും മാസികയും CD-കളും ഒക്കെ ആയിട്ട് പല ഗ്രൂപ്പുകളും ഇന്ന് വളരെയേറെ സജീവമാണ്. അതിൽ കുറേയേറെ മുന്നോട്ട് പോകാനായിട്ട് നേച്ചർ ലൈഫിന് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് യശസ്വരനായ ഡോക്ടർ സുകുമാർ അഴീക്കോടിൻ്റെ, MA ജോൺ സാറിൻ്റെ, അതേപോലെ വളരെ പ്രഗത്ഭരായ നിരവധി പേരുടെ കരുത്തേറിയ കരങ്ങൾ നേച്ചർ ലൈഫിന് ഈ പ്രചരണ പ്രവർത്തനങ്ങളിൽ, പ്രകൃതി ജീവന പ്രവർത്തനങ്ങളിൽ കരുത്ത് പകർന്നു. അതേപോലെ ആദരണീയായ VS അച്യുതാനന്ദൻ വളരെ വലിയ പിന്തുണ നേച്ചർ ലൈഫിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നൽകി. മേധാ പട്കറും അരുന്ധതി റോയിയും സ്വാമി അഗ്നിവേശും അങ്ങനെ വളരെ പ്രഗത്ഭരായ നിരവധി ആളുകൾ ഇപ്പോഴും ആ പിന്തുണ വളരെ നന്നായി തന്നെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ കേരളത്തിലെ ഗാന്ധിമാർഗ പ്രവർത്തകർ, പ്രത്യേകിച്ച് ഡോക്ടർ MB മത്തായിയുടെ നേതൃത്വത്തിൽ പ്രകൃതി ജീവന പ്രവർത്തനങ്ങൾക്ക് വലിയ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹോമിയോ രംഗത്തുള്ള ഡോക്ടർമാരും അക്യൂപ്രഷർ അതുപോലെ ബദൽ ചികിത്സാ രംഗത്തുള്ളവരും വലിയ പിന്തുണയുമായിട്ട് വളരെ ആഹ്ലാദത്തോടെ ഇന്ന് ഈ ആശയങ്ങളിലേക്ക് മുന്നേറുന്നുണ്ട്. ആയുർവേദ രംഗത്ത് കുറേ കൂടി വലിയ സഹകരണത്തിന് കോട്ടക്കൽ ആര്യവൈദ്യശാലയിലെ ഡോക്ടർ മാധവൻകുട്ടി വാര്യരുമായിട്ടുള്ള സംഭാഷണവും അദ്ദേഹത്തിൻ്റെ പിന്തുണയും, അതുപോലെ കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ ട്രസ്റ്റി PK വാര്യർ സാറ് പ്രകൃതി ജീവനം പാലിക്കുന്നതും അത് അദ്ദേഹം പരസ്യമായി തന്നെ ആളുകളോട് പറയുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും പിന്നെ വളരെ വ്യത്യസ്തമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളിന്ന് നിൽക്കുന്നത്. ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഈ നമ്മളിന്ന് എത്തി നിൽക്കുന്ന ഒരു മേഖലയെ ഒന്ന് സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്.
ആകാശവാണിയിലൂടെ നമ്മൾ നടത്തിയ ജീവനം അതിജീവനം പരിപാടി കേരളത്തിലേക്ക് പ്രകൃതി ജീവന ചിന്തയെ കൂടുതലെത്തിക്കാനായിട്ട് ഇടയാക്കി. പക്ഷേ ഒരു തരത്തിൽ നമ്മൾ ഒരു വലിയ യുദ്ധം എന്ന രീതിയിലാണ് ഇതേവരെ പ്രകൃതി ചികിത്സയെ മുന്നോട്ട് കൊണ്ടുവന്നത്. കാരണം ആരോഗ്യരംഗം കീഴടക്കി ചോദ്യം ചെയ്യാനാവാത്ത രീതിയിലുള്ള ഒരവസ്ഥയിലേക്ക് എത്തി. കുറേയേറെ പൊതുജനങ്ങളുടെ നേരെ ഒരു ധിക്കാരം തന്നെ കാണിച്ചിരുന്ന അലോപ്പതി മേഖലയെ, അതിനെ കൺട്രോൾ ചെയ്തിരുന്ന ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയെ നിശിതമായി വിമർശിച്ചുകൊണ്ട് സിസ്റ്റർ ജെയ്സി, സിസ്റ്റർ മേരിക്കുട്ടിയും സിസ്റ്റർ ദയവായിട്ട് 3 പേരും വേദിയിലേക്ക് വരണം. അതിശക്തമായ ഒരു വെല്ലുവിളി അല്ലെങ്കിൽ പ്രതികരണം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അങ്ങനെ വളരെ ശക്തമായ അല്ലെങ്കിൽ അല്പം ക്രൂരമെന്ന് തന്നെ തോന്നാവുന്ന വാക്കുകളോടെ അവിടെ നിന്നും പലപ്പോഴും ഡോക്ടർ എം പി മത്തായി അദ്ദേഹമെല്ലാം നമ്മളോട് പലപ്പോഴും സഹകരണത്തിൻ്റെ പാതയെക്കുറിച്ച് പറഞ്ഞിരുന്നെങ്കിലും നമ്മൾ കുറേ കൂടെ ആളുകളുടെ മുന്നിൽ അലോപ്പതിയുടെ ഭീകരതകളെ തുറന്നു വയ്ക്കാനായിട്ട് ശ്രദ്ധിച്ചിരുന്നു. ഒരു പരിധിവരെ അത് ആവശ്യമായിരുന്നു എന്ന് തന്നെ ഇപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ നിർണായകമായ ഒരു വഴിത്തിരിവ് ഡോക്ടർ ആനന്ദ് ഗോഖാനിയുമായിട്ടുള്ള ഞങ്ങളുടെ സംവാദങ്ങളും സംസാരവും വളരെ വ്യത്യസ്തമായൊരു രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണ് കേരളത്തിലെ പ്രകൃതി ചികിത്സർ അല്ലെങ്കിൽ നേച്ചർ ലൈഫ് ഇപ്പോൾ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രകൃതി ചികിത്സാ പരീക്ഷണങ്ങൾ, അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഉപദേശം, അതുപോലെ ഡൽഹിയിലെ ഇത് മൈക്കൊന്നും ചെയ്യണ്ട, അത് ഏറ്റവും ലോ ആയിട്ടുള്ള ഒരു ഇതിൽ വെച്ചാൽ മതി. ഡോക്ടർ ഓംകാർ മിത്തൽ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷനിൽ ഡോക്ടറായിരുന്നു അദ്ദേഹം. അങ്ങനെ അലോപ്പതി രംഗത്തുള്ള ചില ഡോക്ടർമാർ, ഡോക്ടർ BM ഹെഗ്ഡെ, അവർ വളരെ താല്പര്യത്തോടെ യഥാർത്ഥത്തിലുള്ളൊരു ആരോഗ്യ പാതയിലേക്ക് ജനങ്ങളെ എത്തിക്കാൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയുടെ കുതന്ത്രങ്ങളിൽ നിന്ന് മറികടന്ന് ഡോക്ടർമാരുടെ സമൂഹത്തെ കൂടെ ഉയർത്താനുമൊക്കെയുള്ള ഒരു അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു നീക്കത്തിന് വഴി തെളിഞ്ഞിട്ടുണ്ട്. അതിൽ സഹകരിക്കാൻ തീർച്ചയായും നമ്മൾ തയ്യാറാണ്. ഒരു കാര്യം നമ്മളെപ്പോഴും പറയുന്ന ഒന്നാണ്, നമ്മളെക്കാൾ കുറേ കൂടെ നന്നായിട്ട് 5.5 കൊല്ലം വളരെ സീരിയസ് ആയിട്ട് MBBS പഠിക്കുന്ന ഡോക്ടർമാർക്ക് പ്രകൃതി ജീവന രീതിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അവർ ഈ വഴിക്ക് വരിക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആവശ്യം. അതുകൊണ്ട് സഹകരിക്കാനുള്ള ഒരു അന്തരീക്ഷം തെളിയുന്ന ഒരു സാഹചര്യത്തിൽ വളരെ സന്തോഷത്തോടെ ഈ സമ്മേളനം അത്തരമൊരു മുൻകൈക്ക് ആയുർവേദ രംഗത്തും ഹോമിയോ രംഗത്തും പ്രകൃതി ചികിത്സാ രംഗത്തും അക്യൂപ്രഷർ തുടങ്ങിയിട്ടുള്ള എല്ലാ രംഗത്തുമുള്ള ആരോഗ്യ പ്രവർത്തകർ ഒരുമിച്ച് ചേർന്ന് ജനാരോഗ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വഴിയിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. അതുകൊണ്ടാണ് ഈ സമ്മേളനത്തെ ജനാരോഗ്യ രംഗത്തെ ഒരു നാഴികക്കല്ല് എന്ന് ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് വളരെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. ഒന്ന്, ഈ പ്രമേഹം മാറിയവരുടെ സംഗമത്തിൻ്റെ ഉദ്ഘാടനമാണ്. ധാരാളം പേര് പല ഭാഗത്തുനിന്നും വിളിച്ചു. കുട്ടനാടൻ മേഖലയിലുള്ള ആളുകൾക്ക് വരാൻ കഴിയില്ല, അത്രമാത്രം വെള്ളം പൊങ്ങി അവരെല്ലാം കഷ്ടതയിലാണ്. അതേപോലെ ഞങ്ങളുടെ പ്രധാന പ്രവർത്തകർ ഒരു 100ഓളം പേര് 4 ദിവസത്തെ മൗന ഉപവാസം കഴിഞ്ഞ് അല്ലെങ്കിൽ അതിൻ്റെ സംഘാടന ജോലികൾ കഴിഞ്ഞ് ഇന്നലെ ഒരു ദിവസം മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ദൂരസ്ഥലങ്ങളിൽ നിന്ന് വന്നുള്ളവർ തിരിച്ചു വരാൻ അവർക്ക് സാധിക്കില്ല. പലരും മറ്റു പല അസൗകര്യങ്ങളും പറഞ്ഞു. ഇപ്പോഴും നിരന്തരം ഫോണുകൾ വരികയാണ്, പലയിടത്തും കുടുങ്ങിക്കിടക്കുകയാണ് വെള്ളം പൊങ്ങി ബ്ലോക്കൊക്കെ ആയിട്ട്. എന്നിരുന്നാലും ഇത്രയും പേര് നമ്മൾ സമ്മേളനത്തിലെത്തി. ഇനിയൊട്ടും നമുക്ക് നീളാൻ സാധിക്കില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ പരിപാടികൾ ആരംഭിച്ചു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ടിരിക്കുന്നത് ഡോക്ടർ MP മത്തായി. അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റിയിലെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ ഗാന്ധിമാർഗ വിഭാഗത്തിൻ്റെ തലവനായിട്ട് ദീർഘകാലം സേവനം അനുഷ്ഠിച്ചു. കോലഞ്ചേരി സെയിൻറ്റ് പീറ്റേഴ്സ് കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്നു. അതിനുശേഷം അദ്ദേഹം മഹാത്മാഗാന്ധി സ്ഥാപിച്ച ഗാന്ധി വിദ്യാപീഠ അഹമ്മദാബാദിൽ അവിടേക്ക് ക്ഷണിക്കപ്പെട്ടു. ഇപ്പോൾ ജൽഗാവിലുള്ള ലോകത്തെ ഏറ്റവും വലിയ ഗാന്ധി സ്മാരക കേന്ദ്രത്തിൻ്റെ ചാർജിലാണ് അദ്ദേഹം. നമ്മുടെ ക്ഷണം സ്വീകരിച്ച അദ്ദേഹം മഹാരാഷ്ട്രയിൽ നിന്ന് നേരത്തെ തന്നെ നാട്ടിലെത്തി ഈ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്.
അദ്ദേഹം വാസ്തവത്തിൽ കേരളത്തിലെ ഗാന്ധിമാർഗ ചിന്തകരിൽ, ഇന്ത്യയിലെ ചിന്തകരിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരാളും പല ലോകരാഷ്ട്രങ്ങളിലും ഗാന്ധി ചിന്തയുടെ കിരണങ്ങൾ വീശാനായിട്ട് ക്ഷണിക്കപ്പെടുന്ന ഒരാളുമാണ്. ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ പ്രകൃതി ജീവനത്തിൻ്റെ ഇന്ത്യയുടെ പിതാവ് ഗാന്ധിജിയാണ്. ഗാന്ധിയെക്കുറിച്ച് വളരെയേറെ റിമാർക്കുകൾ മോശമായ പ്രത്യേകിച്ച് അരുന്ധതി റോയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായൊരു സാഹചര്യമുണ്ട്. ഒരു അഭിപ്രായമെന്ന നിലയ്ക്ക് ആ ധീരമായ ശബ്ദത്തെ ഞങ്ങൾ മാനിക്കുന്നു. പക്ഷെ അതിന് ഉത്തരങ്ങളുണ്ട്, അത് ഒന്ന് സൂചിപ്പിക്കണമെന്ന് മത്തായി സാറിനോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, ഈ സമ്മേളനത്തിൻ്റെ പേരിൽ ഡോക്ടർ MP മത്തായിയെ സമ്മേളന വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ഉദ്ഘാടകൻ ഡോക്ടർ ആനന്ദ് ഗോഖാനി, മഹാത്മാഗാന്ധിയുടെ പ്രവർത്തകൻ, നമ്മളോടൊപ്പം ഈ പരിപാടിക്ക് വരുന്നു എന്നുള്ളത് തന്നെ വലിയ ഒരു ആവേശം നമ്മുടെ പ്രവർത്തകരിലെല്ലാം ഉണർത്തിയ ഒരു കാര്യമാണ്. അദ്ദേഹം ബോംബെ ഹോസ്പിറ്റലിലെ ഒരു ഡയബറ്റോളജിസ്റ്റാണ്. ജീവിതശൈലി മാറ്റാതെ മരുന്ന് കൊടുക്കാത്ത ഒരു ഡോക്ടർ അവസാനത്തെ ഒന്നായിട്ട് മരുന്നിനെ കാണുകയും കൊടുക്കുകയും വിവേകപൂർവം നമ്മുടെ പ്രകൃതി ചികിത്സാ കേന്ദ്രങ്ങളിലും അത് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ രോഗികളെ അങ്ങോട്ട് പറഞ്ഞയക്കാറുണ്ട്. നമ്മൾ 100% എതിരല്ല. അപ്പോൾ വളരെ നമ്മളോടൊപ്പം ചേർന്ന് പോകുന്ന അല്ലെങ്കിൽ സത്യതീഷ്ണതയുള്ള ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് ഡോക്ടർ ആനന്ദ് ഗോഖാനിയുടെ സാന്നിധ്യം നമ്മുടെ മൊത്തം പ്രവർത്തനങ്ങൾക്കും വലിയ ഒരു ചൈതന്യമാണ് പകരുന്നത്. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഐ എക്സ്റ്റെൻഡ് അവർ ഹാർട്ടി വെൽക്കം ടു യു സർ ഡോക്ടർ ആനന്ദ് ഗോഖാനി. ഡോക്ടർ TKU വാര്യർ, അദ്ദേഹം 23 വർഷമായി കോട്ടക്കൽ ആയുർവേദശാലയിൽ പ്രാക്ടീസ് ചെയ്യുകയാണ്. ആയുർവേദ രംഗത്തെ ഒരു ആധികാരിക ശബ്ദമാണത്. ഡോക്ടർ മാധവൻകുട്ടി വാര്യർ ഈ യോഗത്തിൽ പങ്കെടുക്കാൻ സമ്മതിച്ചിരുന്നു. അദ്ദേഹം വളരെ താല്പര്യത്തോടെ, പക്ഷേ വളരെ വലിയ തിരക്ക് വന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകനെ പറഞ്ഞയക്കുകയായിരുന്നു. വളരെ സന്തോഷമുണ്ട് ഡോക്ടർ വാര്യർ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാൻ. എല്ലാവരുടെയും പേരിൽ സ്വാഗതം. ഡോക്ടർ KM നായർ, അദ്ദേഹം SIDBI സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ജനറൽ മാനേജറായിട്ട് ലക്നൌവിലൊക്കെ ദീർഘകാലം സേവനമനുഷ്ഠിച്ചു. കേരളത്തിലും KFCFE പോലുള്ള സ്ഥാപനങ്ങളുടെ ചുമതല വഹിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ പ്രവർത്തനങ്ങളെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകണമെന്നുള്ള വലിയ ഒരു വിചാരം ഉള്ള ഒരാളും നമുക്ക് അത്തരത്തിൽ ഉപദേശങ്ങൾ തരുന്ന ഒരാളുമാണ്. അദ്ദേഹത്തെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. റഷീദ് ഹാജി ദയവായി വേദിയിലേക്ക് വരണം. ശ്രീ KK പരമേശ്വരൻ, അദ്ദേഹം സംഘാടകനും ജനാരോഗ്യ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റും ഒക്കെയാണ്. പ്രത്യേകിച്ചൊരു സ്വാഗതം അദ്ദേഹത്തിന് ആവശ്യമില്ല. പക്ഷേ ചടങ്ങെന്ന നിലയിൽ 2 സ്റ്റെൻറ്റും കാലിലൊരു ബൈപ്പാസും അതിനുശേഷവും ഗതികേടിലായ അദ്ദേഹത്തിൻ്റെ പുതിയ ജീവിതത്തിൻ്റെ ഒരു വഴി പ്രകൃതിയിലൂടെയാണ് തെളിഞ്ഞത്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ശ്രീ റഷീദ് ഹാജി കേരള ഹെൽത്ത് മിഷൻ്റെ സെക്രട്ടറിയാണ്. KM നായരും അതിലെ ഒരു ഭാഗമാണ്. ഹെൽത്ത് മിഷൻ്റെ പ്രവർത്തകർ വലിയ ഒരു ദൗത്യം നമ്മളുമായി ചേർന്ന് ഏറ്റെടുക്കുകയാണ്. ജീവിതശൈലി എന്നുള്ളൊരു പാതയിൽ ശരിയായൊരു ഭക്ഷണക്രമത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രവർത്തന പരിപാടിക്ക് ഇന്നലെ രാത്രി മുഴുവനും ഡോക്ടർ ആനന്ദ് ഗോഖാനിയുമായിട്ട് അവർ ചർച്ച നടത്തിയിരുന്നു. റഷീദ് ഹാജിയെ സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയെ ധന്യമാക്കുന്ന ഖദീജ നർഗീസ്, കൽപ്പകഞ്ചേരി പഞ്ചായത്ത് കോട്ടക്കലിനടുത്തുള്ള എൻ്റെ പ്രസിഡൻ്റായിരുന്നു. ദേശീയ മികച്ച അധ്യാപികയ്ക്കുള്ള ദേശീയ അവാർഡ് ടീച്ചർ നേടിയിട്ടുണ്ട്. ജനാരോഗ്യ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന ഭാരവാഹിയാണ്. ജൈവ കർഷക സമിതിയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. ടീച്ചറെ സസന്തോഷം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി സരസു ജ്ഞാനദേവൻ ഷൊർണൂർ നിവാസിയാണ്. 6ാമത്തെ പ്രാവശ്യം 6 കൊല്ലം അടുപ്പിച്ച് 4 ദിവസം വീതമുള്ള ഹിരോഷിമ നാഗസാക്കി ഉപവാസത്തിൽ പങ്കെടുത്ത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചെങ്ങന്നൂരിൽ നടന്ന ഉപവാസത്തിൽ പങ്കെടുത്ത് ഈ പരിപാടിയിൽ വലിയ ആവേശത്തോടെ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള സത്യാഗ്രഹിയെ സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. സിസ്റ്റർ ജെയ്സി പൊടിപ്പാറ കോട്ടയം ചങ്ങനാശ്ശേരി സങ്കേതമാശ്രമത്തിൻ്റെ അധിപതിയാണ്. ഫാർമസിസ്റ്റായിരുന്നു. വിഷമെണ്ണി കൊടുക്കാൻ എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞ് അത് റിസൈൻ ചെയ്ത് കുറേ കാലം കഴിഞ്ഞാണ് പ്രകൃതി തിരിച്ചറിയുന്നതും നമ്മിലേക്ക് വരുന്നതും. സിസ്റ്ററെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ ഉണ്ണികൃഷ്ണൻ
തൃശ്ശൂർ ജില്ലാ ജനാധിപത്യ പ്രസ്ഥാനം കൺവീനറാണ്. ശ്രീ ശ്രീധരൻ 4 ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് എത്തിയതേയുള്ളൂ. കൂടുതൽ കരുത്തോടെ ശ്രീ മുരളീധരൻ, ക്ഷമിക്കണം, അദ്ദേഹവും 4 ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് എത്തിയിരിക്കുകയാണ്. സിസ്റ്റർ മേരിക്കുട്ടി മെഡിക്കൽ മിഷൻ സിസ്റ്ററാണ്. 2 ദിവസം ഈ ഉപവാസവേദിയിൽ ഉപവസിച്ചു. ജൈവ കർഷക ചെറുകിട നമ്മുടെ നാടൻ പശു സംരക്ഷണ മേഖലയിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവർക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. ഈ വേദിയിൽ ഇനി എത്തിച്ചേരാനുള്ള ശ്രീ രംഗദാസ പ്രഭു, അതേപോലെ ഡോക്ടർ VS വിജയൻ, MA ബേബി, ഇവരെല്ലാം ഇങ്ങോട്ടുള്ള യാത്രയിലാണ്. ബ്ലോക്ക് കൊണ്ട് അല്പം വൈകുന്നതേ ഉള്ളൂ. ഡോക്ടർ MC സൗമ്യ എത്തിച്ചേർന്നിട്ടുണ്ട്, ഉടനെ തന്നെ വേദിയിലേക്ക് വരും. തായാട്ട് ബാലൻ, സ്വാതന്ത്ര്യ സമര സേനാനിയായ തായാട്ട് ബാലൻ ഞങ്ങളുടെ കാർന്നവരാണ്. അദ്ദേഹവും ഉടനെ എത്തിച്ചേരും. ഒരിക്കൽ കൂടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾ ഓരോരുത്തർക്ക് ഈ കോരിച്ചൊരിയുന്ന മഴയിൽ വളരെ ബുദ്ധിമുട്ടിയാണ് പലരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങളെല്ലാവർക്കും, വേദിയിലുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. എൻ്റെ പ്രിയ സുഹൃത്ത് ഡോക്ടർ ഗോഖാനി, ഡോക്ടർ ജേക്കബ്, ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ വൈകിയാണ് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം വളരെ ഹ്രസ്വമാക്കാനായിട്ട്, ചെറുതാക്കാനായിട്ട് ശ്രമിക്കാം. ഡോക്ടർ ഗോഖാനിയുടെ ഉദ്ഘാടന പ്രസംഗമാണ് നമ്മൾ മുഖ്യമായിട്ടും ശ്രവിക്കാനായിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. നമുക്കറിയാം, ഇത് മുഖ്യമായിട്ടും ഈ പ്രമേഹ രോഗത്തിൽ നിന്ന് വിമുക്തരായിട്ടുള്ള, പ്രകൃതി ജീവനത്തിൽ കൂടി പ്രമേഹ രോഗത്തിൽ നിന്ന് വിമുക്തരായിട്ടുള്ള ആളുകളുടെ ഒരു സംഗമം എന്നുള്ള നിലയിലാണ് സങ്കല്പിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ ഈ പ്രോഗ്രാം നോക്കുമ്പോൾ അറിയാം, അതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു പ്രാധാന്യം ഈ സമ്മേളനത്തിനുണ്ട്. കാരണം ഒരു പുസ്തക പ്രകാശനമുണ്ട്, ശ്രീ ഗോഖാനിയുടെ സാന്നിധ്യമുണ്ട്, അതുപോലെ തന്നെ വിവിധ വൈദ്യ ആരോഗ്യ സംരക്ഷണ പദ്ധതികളുടെ പ്രതിനിധികൾ, ഡോക്ടർ വാര്യരെ പോലുള്ള ആളുകൾ ഇതിനകത്ത് സംബന്ധിക്കുന്നുണ്ടെന്നുള്ളത് കൊണ്ട് ഇതൊരു സംവാദത്തിൻ്റെ, വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു സംവാദത്തിൻ്റെ വേദി കൂടിയായി മാറും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ജേക്കബ് പ്രാരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു വളരെ ആരോഗ്യകരമായിട്ടുള്ള ഒരു സംവാദം പ്രകൃതി ജീവനവും മറ്റ് ആരോഗ്യ സംരക്ഷണ പദ്ധതികളും തമ്മിൽ ഉണ്ടാകണം എന്ന് എപ്പോഴും ഊന്നിപ്പറയുന്ന ഒരാളാണ് ഞാനത് ഇടയ്ക്കിടയ്ക്ക് ജേക്കബിനെ അനുസ്മരിപ്പിക്കുകയും ചെയ്യുമായിരുന്നു, ഓർമ്മിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. നമ്മളൊരു പദ്ധതിയും ഞങ്ങളുടെ പദ്ധതിയാണ് പൂർണ്ണമായും ശരി, ബാക്കി പദ്ധതികളെല്ലാം തെറ്റാണ് എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചാൽ അതിനെയാണ് നമ്മൾ മൗലികവാദം, ഫണ്ടമെൻ്റലിസം എന്ന് പറയുന്നത്. ആരോഗ്യരംഗത്തും അങ്ങനെ ഒരു ഫണ്ടമെൻ്റലിസം ഉണ്ടാകാൻ പാടില്ല. കാരണം ഇത്തരത്തിലുള്ള ഒരു ഫണ്ടമെൻ്റലിസത്തോടുള്ള പ്രതികരണം എന്നുള്ള നിലയിലാണ് വാസ്തവത്തിൽ ജനാരോഗ്യ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഐ വാസ് ഇൻസിസ്റ്റിംഗ് ദാറ്റ് ദർ ഷുഡ് ഓൾവേസ് ബി എ ക്രിയേറ്റീവ് ഡയലോഗ് ബിറ്റ്വീൻ ദ ഡിഫറെൻറ്റ് സ്ട്രീംസ് ഓർ സ്കൂൾസ് ഓഫ് ഹെൽത്ത് കെയർ. അത് ഏറ്റവും ഫലപ്രദമായി നടക്കാൻ സാധ്യതയുള്ള ഒരു രംഗമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രാധാന്യം എന്ന് പറയുന്നത്. ഈ പ്രമേഹം മാറിയവരുടെ സംഗമം, അതിൻ്റെ ഒരു ആനന്ദം അതൊരു വശത്ത്. പക്ഷേ നമ്മൾ ഭാവിയിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു സംവാദത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു സമന്വയം ഉരുത്തിരിയുമെങ്കിൽ അത് ആയിരിക്കും നമ്മളെ ശരിയായി നമ്മുടെ ആത്യന്തിക ലക്ഷ്യമായിട്ടുള്ള ആരോഗ്യ സ്വരാജിലേക്ക് നയിക്കുന്നത്. എൻ്റെ ആരോഗ്യത്തിൻ്റെ മുഖ്യ ഉത്തരവാദി ഞാനാണ്. എനിക്ക് സംരക്ഷിക്കാൻ സാധിക്കുന്നതാണ് എൻ്റെ ആരോഗ്യം. അങ്ങനെ തിരിച്ചറിയുകയും ആ തിരിച്ചറിവ് നമ്മളുടെ ദൈനംദിന ജീവിത പ്രവർത്തനങ്ങളിൽ കൂടി, വ്യവഹാരങ്ങളിൽ കൂടി യാഥാർത്ഥ്യമാക്കുകയും ചെയ്യുമ്പോഴാണ്
നമുക്കൊരു ആരോഗ്യ സ്വരാജ് എന്ന് പറയുന്നത് കരഗതമാകുന്നത്. അതാണ് മനുഷ്യൻ്റെ വിമോചനത്തെപ്പറ്റി നമ്മൾ പറയും. മനുഷ്യൻ്റെ വിമോചനത്തിൽ എല്ലാ തരത്തിലുള്ള ആശ്രിതത്വങ്ങളിൽ നിന്നുമുള്ള വിമോചനം. ഏത് കാര്യത്തിനാണെങ്കിലും നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ നിൽക്കാൻ സാധിക്കുക. സ്വാശ്രയത്വം എന്ന് പറയുന്നത് ഗാന്ധിജി അത് ഊന്നി പറഞ്ഞിട്ടുള്ളയാളാണ് എല്ലാ രംഗത്തെപ്പറ്റിയും. അതുകൊണ്ട് അതിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഇത്തരത്തിലുള്ള സംവാദങ്ങളിൽ കൂടി നമ്മൾ വികസിപ്പിച്ചെടുക്കേണ്ട ഒരു സമന്വയം എന്ന് പറയുന്നതുണ്ട്. അതിനുള്ള ഒരു വലിയ ചുവടുവെപ്പായി ഈ സമ്മേളനം തീരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ രണ്ടാളുകളെ നമ്മൾ പ്രത്യേകമായും സ്മരിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന്, നമുക്കെല്ലാം ആദരണീയനായിരുന്ന ശ്രീ CRR വർമ്മയാണ്. അദ്ദേഹമാണ് കേരളത്തിൽ ഒരുപക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിശബ്ദ വിപ്ലവം അത് ആരംഭിക്കുകയും അത് വലിയ പരിധിവരെ മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്തത് ശ്രീ CRR വർമ്മയാണ്. CRR വർമ്മ ഡോക്ടർ ആയിരുന്നില്ല എന്നുള്ള കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അദ്ദേഹം ബേസിക്കലി എഞ്ചിനീയർ ആയിരുന്നയാളാണ്. പക്ഷേ അദ്ദേഹം ഈ പ്രകൃതി ജീവന രംഗത്തെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അഗ്രഗാമിയാണ്, കുലപതിയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് സംശയമില്ല. അദ്ദേഹം ഇവിടെ നടത്തിയ പ്രവർത്തനങ്ങൾ, ശ്രീ ജേക്കബ് വടക്കഞ്ചേരി പോലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് വികസിച്ചു വന്ന ഒരു വലിയ ശക്തി കേന്ദ്രമാണ് എന്ന് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അദ്ദേഹത്തെ ഈ സന്ദർഭത്തിൽ നമ്മൾ സ്മരിക്കണം. എന്നും കേരളത്തിലെ ഈ ആരോഗ്യ സംരക്ഷണ പ്രവർത്തകർ അതേത് ശാഖയിലുള്ളവരായാലും അദ്ദേഹം മുന്നോട്ട് വെച്ച, അദ്ദേഹമല്ല ആദ്യമായിട്ട് ആശയം കൊണ്ടുവന്നതെങ്കിലും അദ്ദേഹം അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ച ഈ സ്വയം ചികിത്സ എന്ന് പറയുന്നത്, ആരോഗ്യ സംരക്ഷണത്തിലെ സ്വരാജ് എന്ന് പറയുന്നതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കണം. അദ്ദേഹത്തെ സ്മരിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ ഒരു നിശബ്ദ വിപ്ലവമാണ് അദ്ദേഹം ആരംഭം കുറിച്ചത് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ സ്മരിക്കേണ്ട ഒരാളാണ് രാഘവൻ തിരുമുൽപ്പാട്. രാഘവൻ തിരുമുൽപ്പാട് ഇതിൻ്റെ രണ്ടിനെയും സമന്വയിപ്പിച്ചയാളാണ്. അദ്ദേഹം വളരെ രസകരമാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എന്ന് പറയുന്നത്. റെയിൽവേയിൽ ഉദ്യോഗസ്ഥനായിരുന്നു, അസുഖം വന്നു, മദ്രാസിൽ വെച്ച് അലോപ്പതി ചികിത്സയൊക്കെ ചെയ്ത് മടുത്തു, ഇനി രക്ഷയില്ല, എന്നാൽ നാട്ടിൽ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഞ്ഞി കുടിച്ച് മരിക്കാം എന്ന് വിചാരിച്ച് ചാലക്കുടിയിൽ വന്ന ആളാണ്. അങ്ങനെ ചികിത്സ ചെയ്ത് അദ്ദേഹത്തിൻ്റെ രോഗം കുറെ ശമിച്ചു. അപ്പോൾ തൃശ്ശൂർ പോയി അദ്ദേഹം ആയുർവേദം പഠിച്ചു, ഗുരുകുല സമ്പ്രദായ പ്രകാരമാണ് പഠിച്ചത്. പക്ഷേ അദ്ദേഹമാണ് ഈ ആയുർവേദത്തെയും പ്രകൃതി ജീവനത്തെയും സമന്വയിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആൾ അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ രചനകൾ, അദ്ദേഹത്തിൻ്റെ കൃതികളുണ്ട്, ധാരാളം കൃതികളുണ്ട്. ഇത് വായിക്കേണ്ടതാണ്, നമ്മൾ വായിക്കേണ്ടതാണ്. അതിലൊന്ന് പ്രകൃതി ജീവനത്തെ പറ്റി കൂടിയാണ്. അതുകൊണ്ട് രാഘവൻ തിരുമുൽപ്പാടിൻ്റെ സംഭാവന, അതിൻ്റെ സൂക്ഷ്മാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ കടന്ന് വിശകലനം ചെയ്യുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആരോഗ്യ സംരക്ഷണ രംഗത്തെ സംഭാവനയെ പറ്റിയിട്ടുള്ള ഒരു സിമ്പോസിയം അല്ലല്ലോ ഇത്. പക്ഷേ ഈ സന്ദർഭത്തിൽ ആ ഒരു പ്രത്യേക കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തെയും ഓർക്കുകയും അദ്ദേഹം നമ്മുടെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ കുലപതികളിൽ ഒരാളാണ് എന്നുള്ള കാര്യം അനുസ്മരിപ്പിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഈ രംഗത്ത് നമുക്കറിയാം, കേരളത്തിലെ ഒട്ടനവധി പേര് CRR വർമ്മയ്ക്ക് ശേഷം ഒട്ടനവധി പേര് ഈ പ്രകൃതി ജീവന രംഗത്ത് പ്രവർത്തിക്കുന്നവരായുണ്ട്. പക്ഷെ അവരും ഈ ജേക്കബ് വടക്കഞ്ചേരി നടത്തുന്ന ഈ സുജീവിതം, നേച്ചർ ലൈഫ് ഇൻ്റർനാഷണൽ എന്ന് തമ്മിൽ കാതലായിട്ടുള്ളൊരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്ന് പറയുന്നതിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ, കാരണം നമ്മളെല്ലാം അതിൽ ഇൻവോൾവ് ആയതുകൊണ്ട് ഞാൻ പറയാം. ഈ പ്രകൃതി ജീവനം ഇവിടെ കരുത്താർജിക്കുന്നു എന്ന് കണ്ടപ്പോൾ, ഇതിൻ്റെ വേരുകൾ കേരളത്തിൻ്റെ മണ്ണിൽ ആഴത്തിൽ പായുന്നു എന്ന് കണ്ടപ്പോൾ, സാധാരണഗതിയിൽ പുതിയ ആശയങ്ങളോട്, പുതിയ സമ്പ്രദായങ്ങളോട്, മുഖ്യധാരാ സമ്പ്രദായങ്ങൾ അനുവർത്തിക്കുന്ന സമീപനത്തിൻ്റെ ചില ഘട്ടങ്ങളുണ്ട്. അതിലൊന്ന്
ഇതിനെ അവഗണിക്കുക എന്ന് പറയുന്നതാണ്. എന്ത് പ്രകൃതി ചികിത്സ? യു ഇഗ്നോർ, അവഗണിക്കുകയാണ്. ഇതൊന്നും ഒരു കാര്യമില്ല, ഇതൊരു വിഡ്ഢിത്താണ് എന്ന് പറഞ്ഞ് ഇതിനെ അവഗണിക്കും. അതൊക്കെ അങ്ങനെ പോവും. ഇടക്കാലത്ത് എന്തെന്നാ മഴയത്ത് കുരുത്ത് വാടിപ്പോകുന്ന തകരയെ പോലെയാണ് എന്ന് പറഞ്ഞ് ഇതിനെ അവഗണിക്കാൻ ശ്രമിച്ചു. പക്ഷേ CRR വർമ്മയുടെ കാലത്ത് തന്നെ ഈ അലോപ്പതി രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന പല ഡോക്ടർമാർക്കും അവരുടെ പല മാറാവ്യാധികളും പ്രകൃതി ജീവനം കൊണ്ട് മാറിയപ്പോൾ ഇത് ഗൗരവമായി എടുക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടായി. അങ്ങനെ ഈ അവഗണനയുടെ ഘട്ടം കഴിഞ്ഞ് ആളുകൾ അപഹസിക്കാൻ തുടങ്ങി. ഇത് അൺസയൻറ്റിഫിക്കാണ്, ഇത് അശാസ്ത്രീയമാണ് എന്നാണ് പറയുന്നത്. പ്രകൃതി ജീവനത്തിൻ്റെ പല കാര്യങ്ങളും ശാസ്ത്രീയമായി പരീക്ഷിച്ച് തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഞാനിവിടെ ജോൺ ബേബി സാറിനെ കണ്ടല്ലോ. ജോൺ ബേബി സാറ് ഈ വേദിയിലുണ്ട്. അദ്ദേഹം കോഴിക്കോട് സർവകലാശാലയിലെ സൈക്കോളജിയുടെ പ്രൊഫസറും വകുപ്പ് തലവനുമായിരുന്നയാളാണ്. അദ്ദേഹം ഈ പ്രകൃതി ജീവനത്തിൽ പ്രവർത്തിച്ചതിൻ്റെ ചില ബുദ്ധിമുട്ടുകൾ ഞങ്ങളൊക്കെ മറ്റു പലരും അനുഭവിച്ചതിനേക്കാളൊക്കെ കൂടുതൽ അനുഭവിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തെ യൂണിവേഴ്സിറ്റി സസ്പെൻഡ് ചെയ്തു. അപ്പോൾ അതിനെതിരായിട്ട് അവിടെ ഒരു വലിയ സത്യാഗ്രഹം നടത്തിയിരുന്നു. ആ സത്യാഗ്രഹത്തിൽ പ്രസംഗിച്ചപ്പോൾ ഞാൻ അന്ന് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുകയാണ്, കോട്ടയം യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുകയാണ്. എനിക്ക് ധാരാളം സുഹൃത്തുക്കൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുണ്ട്. ഞാൻ അവരുടെ ചില കമ്മിറ്റികളിലൊക്കെ അംഗമാണ്. അവിടെ അന്ന് 1-2 കമ്മിറ്റികളുണ്ടായിരുന്നു. അതുകൊണ്ട് ധാരാളം ആളുകൾ, അക്കാഡമിഷ്യൻസൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അവരിത് കേൾക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അന്ന് ചോദിച്ച ഒരു ചോദ്യം, എന്താണ് ശാസ്ത്രീയം എന്ന് പറയും? വാട്ട് ഈസ് മെൻ ബൈ ബീയിങ് സയൻറ്റിഫിക്? എന്താണ് ശാസ്ത്രീയം എന്ന് പറയുന്നത്? ശാസ്ത്രീയമെന്ന് പറയുന്നത് ഒരു പരീക്ഷണശാലയ്ക്കകത്ത് എന്താണ് ഈ സാങ്കേതികമായിട്ട് അതിനെ പറയുന്ന ഒരു കൺട്രോൾഡ് അറ്റ്മോസ്ഫിയർ, ഒരു നിയന്ത്രിത സംവിധാനത്തിനുള്ളിൽ, പിന്നെ കൺട്രോൾഡ് അറ്റ്മോസ്ഫിയർ നിങ്ങളൊരു പ്രത്യേക സാഹചര്യം ക്രിയേറ്റ് ചെയ്ത് സൃഷ്ടിച്ചിട്ട് അതിനുള്ളിൽ വെച്ച് പരീക്ഷണങ്ങൾ നടത്തി ഉണ്ടാക്കുന്ന ഒരു റിസൾട്ടാണോ, അതിനെയാണോ നിങ്ങൾ ശാസ്ത്രീയമെന്ന് വിളിക്കുന്നത്? അതെയോ ജീവിതത്തിൻ്റെ ഓപ്പണായിട്ടുള്ള ഒരു ജീവിത സാഹചര്യത്തിൽ, പശ്ചാത്തലത്തിൽ നമ്മുടെ തന്നെ ജീവിതത്തിൽ നിരന്തരമായി പരീക്ഷിച്ച് ഫലം സിദ്ധിക്കുന്ന പരീക്ഷണങ്ങളാണോ? ഏതാണ് ശാസ്ത്രീയം എന്നുള്ളൊരു ചോദ്യം. ഇംഗ്ലീഷിലെ ഒരു പോസിറ്റിവിസ്റ്റ് സമീപനം എന്ന് പറയും. അങ്ങനെ ഒരു പോസിറ്റിവിസ്റ്റ് സമീപനത്തിലാണ് മുഖ്യധാര ശാസ്ത്ര ഗവേഷണങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മുടെ കൃഷിയുടെ കാര്യം അറിയാം. കൃഷിയുടെ ശാസ്ത്രജ്ഞന്മാർ ലാബറട്ടറിക്കകത്ത് പരീക്ഷണം നടത്തി നല്ലതാണെന്ന് കണ്ടിട്ട് ചെടികൾ കൊണ്ടുവന്ന് പുറത്ത് വെച്ച് കഴിയുമ്പോൾ അത് അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ വളരുകയോ ഫലം തരികയോ ചെയ്യാതെ പോകുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. കാരണം ഒരു കൺട്രോൾഡ് അറ്റ്മോസ്ഫിയറിൽ നിന്ന്, നിയന്ത്രിതമായിട്ടുള്ളൊരു പശ്ചാത്തലത്തിൽ നിന്ന് അല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാറി വരുമ്പോൾ മനുഷ്യരും സസ്യങ്ങളും സൂക്ഷ്മജീവികൾ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളും എല്ലാം ഇവർ വിചാരിക്കുന്ന രീതിയിലല്ല പെരുമാറുന്നത്. അതുകൊണ്ട് പ്രകൃതി ജീവനത്തിൻ്റെ രംഗത്ത് നടക്കുന്ന പ്രവർത്തനം അശാസ്ത്രീയമാണ് എന്ന് പറഞ്ഞ് അതിനെ കളിയാക്കാനും അപഹസിക്കാനും ഒക്കെ ഉള്ള പരീക്ഷണങ്ങൾ നടത്തും. ഇപ്പോൾ ജേക്കബ് വടക്കഞ്ചേരി ഉൾപ്പെടെയുള്ള ഈ രംഗത്ത് ഇങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകളെ എന്തെന്നാണ് പറയുക? ഇവരെ മുറിവൈദ്യന്മാർ, ക്വാക്സ് എന്നാണ് പൊതുവെ പറയുന്നത്. ഇവർക്ക് എന്താണ് യോഗ്യത? ഏത് മെഡിക്കൽ കോളേജിലാണ് നിങ്ങൾ പഠിച്ചത്? വർമാജി ഏത് മെഡിക്കൽ കോളേജിലാണ് പഠിച്ചതെന്ന് ചോദിക്കാവുന്നതാണ്. ഗാന്ധിജി ഏത് മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്? ഗാന്ധി വാസ് എ ഗ്രേറ്റ് നാച്ചുറോപ്പാത്ത്. അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ രോഗം വരുന്ന ആളുകളെ അദ്ദേഹമാണ് ചികിത്സിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം ചോദിക്കും, നിങ്ങൾക്ക് എന്ത് തരം ചികിത്സ വേണം? അലോപ്പതി വേണോ, പ്രകൃതി ജീവനം വേണോ എന്ന് ചോദിക്കും. പ്രകൃതി ജീവനം വേണമെന്നാണ് പറയണമെങ്കിൽ ഗാന്ധിജി ചികിത്സിക്കും. എന്നോട് കൃഷ്ണസ്വാമി എന്ന് പറയുന്ന ആൾ പിന്നീട് ഗാന്ധിജിയുടെ കൂടെ ആശ്രമത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് തീവ്രമായ പനി വന്നു. അപ്പോൾ ഗാന്ധിജി എന്ന് ചോദിച്ചു, കൃഷ്ണ നിനക്ക് എന്ത് ചികിത്സയാണ് വേണ്ടത്? നാച്ചുറോപ്പതി വേണോ, അലോപ്പതി വേണോ? അപ്പോൾ അദ്ദേഹത്തിനറിയാം എന്തായാലും ഞാൻ ചാകാൻ പോവാണ്, രക്ഷപ്പെടില്ല എന്ന് ഉറപ്പാണ്. ഏത് ചികിത്സ ചെയ്താലും മരിക്കും. അങ്ങനെയാണെങ്കിൽ മഹാത്മാവിൻ്റെ കയ്യിൽ നിന്ന് ഒരു ചികിത്സ മേടിച്ച് മരിക്കാമല്ലോ, പിന്നീട് ചരിത്രത്തിൽ പറയാമല്ലോ ഗാന്ധി ചികിത്സിച്ചാണ് ഞാൻ മരിച്ചത് എന്തെങ്കിലും പറയാമല്ലോ എന്നോർത്ത് പറഞ്ഞു, ബാപ്പു ചികിത്സിച്ചാൽ മതി എന്ന് പറഞ്ഞു. അദ്ദേഹം ചികിത്സിച്ച് രോഗം മാറിയെന്ന് മാത്രമല്ല, അതിനുശേഷം 10-50 കൊല്ലം കൃഷ്ണസ്വാമി ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചിരുന്നു. കൃഷ്ണസ്വാമി തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് ഈ കാര്യം, ഈ കഥ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഇത് ശാസ്ത്രീയമാണോ? ഗാന്ധിജി ചെയ്ത് ശാസ്ത്രീയമാണോ? ഗാന്ധിജി തന്നെ ഇതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്, എന്താണ് ശാസ്ത്രീയം എന്നുള്ളതിനെപ്പറ്റി.
അപ്പോൾ ഇങ്ങനെ അല്ലാതെ ചികിത്സിക്കുന്ന ആളുകളൊക്കെ മുറിവൈദ്യന്മാരാണ്, ക്വാക്സാണ്, വ്യാജ വൈദ്യന്മാരാണ് എന്നാണ് പറയുന്നത്. അവർ വ്യാജ വൈദ്യന്മാരാണ് എന്ന് പറയും. അങ്ങനെയുള്ള വ്യാജ വൈദ്യന്മാരെ അവരെ സൂക്ഷിക്കുക, അവരെ ഒറ്റപ്പെടുത്തുക, അവർക്കെതിരെ നിയമനിർമ്മാണം വേണം, അവർക്കെതിരെ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ച് നടപടിയെടുക്കണം. നിങ്ങൾക്കറിയാലോ, ഈ ആശുപത്രികളിലൊക്കെ ചിലപ്പം മരണം ഉണ്ടാകും. മരണം ഉണ്ടാകാത്ത ഏത് ആശുപത്രിയാണ് ഉള്ളത്? ഏറ്റവും വലിയ ആശുപത്രിയിലാണ് ഏറ്റവും കൂടുതൽ മരണങ്ങളുണ്ടാകുന്നത്. പക്ഷേ പ്രകൃതി ജീവന കേന്ദ്രത്തിൽ കിടന്ന് വല്ലപ്പോഴും വിഷുവിനോ സംക്രാന്തിക്കോ ഒരാൾ മരിച്ചാൽ എന്താണ് ഈ നാട്ടിലെ ആളുകൾ ഉണ്ടാക്കുന്ന ക്രമസമാധാന പാലകന്മാർ വരുന്നു, ജനപ്രതിനിധികൾ വരുന്നു, എന്താണ് മേളം? അപ്പോൾ ഇവരെ പരിഹസിച്ച് ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുക, ഇവരെ വ്യാജന്മാരെന്ന് വിളിക്കുക, ലേഖനങ്ങൾ എഴുതുക, പ്രസംഗിക്കുക. അതുകൊണ്ടും ഫലിക്കുന്നില്ല എന്ന് കാണുമ്പോൾ ആണ് എതിർപ്പ് എന്ന് പറയുന്നത്. ഇവനെ എതിർത്ത് തകർക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്രമസമാധാനവും ഒക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്. നമുക്കറിയാമല്ലോ, ജനാരോഗ്യ പ്രസ്ഥാനവും ജേക്കബിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ നേച്ചർ ലൈഫ് ഇൻ്റർനാഷണലിൻ്റെ കേന്ദ്രങ്ങളും അതിശക്തിയായിട്ടുള്ള എതിർപ്പുകൾ നേരിടുന്നു. നമുക്കറിയാം. അത് കാണിക്കുന്നത് ഈ ബാക്കി മറ്റ് ആരോഗ്യ സംരക്ഷണ പദ്ധതിക്കാർക്ക് അവരുടെ സമീപന രീതി നേച്ചുറോപ്പതിയുടെ പ്രകൃതി ജീവനത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് ഒരു വെല്ലുവിളി നേരിടുന്നു എന്നുള്ള സംശയം ജനിക്കുന്നു എന്നുള്ളതാണ്. ഇതുവരെ ഞങ്ങൾക്കൊരു ചലഞ്ചും ഉണ്ടായിരുന്നില്ല, ഒരു വെല്ലുവിളിയും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വർമാജിയും മുഖ്യധാരാ പ്രവർത്തനത്തെ പരസ്യമായി അങ്ങനെ വെല്ലുവിളിച്ചിട്ടില്ല. ഇന്നിപ്പോൾ കേരളത്തിൽ നടക്കുന്ന മറ്റ് പ്രകൃതി ജീവനക്കാരൊന്നും തന്നെ പരസ്യമായി മുഖ്യധാരാ സമ്പ്രദായത്തെ, പ്രത്യേകിച്ച് അലോപ്പതിയെയും അലോപ്പതിക്കുള്ളിൽ നടക്കുന്ന അതിഭീകരമായിട്ടുള്ള മനുഷ്യത്വ വിരുദ്ധമായ